മുകേഷിന്റെ വിഷയം മുകേഷിന്റെയോ MLA സാറ് രാജിവെക്കണോ വേണ്ടയോ? അതൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ ഇനി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ല. അതേപ്പറ്റി ഇപ്പം ഞാനെങ്ങനെ പറയുന്നത്? അല്ല ഇന്നിപ്പോ ഉണ്ടല്ലോ അല്ല, ഇന്നിപ്പം നിങ്ങൾ ഇങ്ങനെ പലതും പറയും. അത് സംഭവമി യുഗേ യുഗേ അതിന്റെ വഴിക്ക് CPM-ന്റെ കേന്ദ്ര നേതൃത്വം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമല്ല, മുകേഷിനെതിരെ പറഞ്ഞിട്ടുണ്ട്. വൃന്ദാകാരായിട്ട് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായ രീതിയല്ല ഇങ്ങനെ തുടരുന്നതെന്നുള്ളത്. അതായിക്കോട്ടെ, അത് സംബന്ധിച്ച് പരിശോധിച്ച് ബാക്കി പിന്നാലെ ബാക്കി വന്നോളൂ. എന്നാലും ഒരു ലൈംഗികാരോപണം നേരിടുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോ ഞാൻ തന്നെ പറയാനാ ഇടുക്കി കിടക്കുന്നത് ഞാൻ എന്നാലും അച്ഛനുള്ള ഇത്രയും വലിയ നേതാവെന്നുള്ള അതെ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കും. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന പാർട്ടിയാണ് ഒരു അപ്പം പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞ് പത്രത്തിൽ വന്നതുകൊണ്ട് മാത്രം കാര്യം പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, DCC പ്രസിഡന്റ് ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോഴേ എല്ലാ കാര്യത്തിലും മണിയാശാൻ അഭിപ്രായം പറയുന്നതാണ്. ഇക്കാര്യത്തിൽ മണിയാശാന്റെ വായ അടച്ചു പോയോ? എപ്പോൾ പറഞ്ഞാലും ഞാനീ പറഞ്ഞതല്ലേ പറയാനുള്ളൂ. എന്തേലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം, എന്നെപ്പറ്റി ആക്ഷേപം വന്നാലും പരിശോധിക്കുന്നതാണ് ഞങ്ങളുടെ സംഘടന പാർട്ടി. ഇപ്പൊ ഇന്നലെ EP ജയരാജൻ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിയും M വിൻസെന്റും ഒക്കെ ഇപ്പോഴും ആരോപണം നേരിടുന്ന ആളുകളാണ്. അവരിപ്പോഴും MLA-മാരായിട്ട് EP ജയരാജൻ പറഞ്ഞു, LDF കൺവീനർ പറഞ്ഞു. അപ്പോൾ അവരിപ്പോഴും തുടരുകയാണ്. കോൺഗ്രസിന്റെ MLA-മാർ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ CPM-ന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു രീതി ആയിരിക്കില്ലല്ലോ സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുക. ഇങ്ങനെ ഒരു ആരോപണം നേരിട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു കാര്യമാണ്. അവിടെ അങ്ങനെ എന്തെല്ലാം പഠിച്ച കാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഒന്നും ചെയ്യും. അല്ല, അതാ പറഞ്ഞ അപ്പൊ ഇപ്പുറത്തും നമ്മള് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല. തോന്യാസം ചെയ്യുന്നവർക്കൊന്നും ഞങ്ങളുടെ കൂടെ സാധനവും ഉണ്ടാവില്ല. അത് ഇതിന് മുമ്പും തെളിയിച്ചിട്ടുണ്ട്, ഇനിയും തെളിയിക്കും. പിന്നെ കാത്തിരുന്ന് പിന്നാലെ പാക്കല്ല.